നമസ്കാരം. ഞാൻ ഡോക്ടർ നിമ്മി മെറിൻ മാത്യു, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, തൊടുപുഴ. 2025 മാർച്ച് 9 മുതൽ 15 വരെ വേൾഡ് ഗ്ലോക്കോമ വീക്കായി ആചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോക്കോമ എന്ന വിഷയത്തെപ്പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കണ്ണിനുള്ളിലെ മർദ്ദം, അതായത് ഇൻട്രാ ഓക്കുലാർ പ്രഷർ സാവധാനം കൂടി കണ്ണിൻ്റെ കാഴ്ച ഞരമ്പിന് കേടുവരികയും അതുമൂലം വിഷ്വൽ ഫീൽഡ് കുറഞ്ഞ് കാഴ്ചക്കുറവിലേക്കും കംപ്ലീറ്റ് കാഴ്ച പോകുന്ന ഒരു ബ്ലൈൻഡ്നെസ്സിലേക്കും എത്തുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. 80% അതിലധികമോ കാഴ്ച ഞരമ്പിന് കേടുവന്നതിന് ശേഷം മാത്രമായിരിക്കും പലപ്പോഴും നല്ലൊരു ശതമാനം രോഗികളും ഡോക്ടറെ കാഴ്ചക്കുറവുമായി സമീപിക്കുന്നത്. കണ്ണിനുള്ളിലെ മർദ്ദം, അതായത് ഇൻട്രാ ഓക്കുലാർ പ്രഷർ 20 അതിന് മുകളിലോ ആകുമ്പോഴാണ് കാഴ്ച ഞരമ്പിന് കേടുവന്ന് തുടങ്ങുന്നത്. 40 വയസ്സിനോ അതിന് മുകളിലേക്കുള്ള ആൾക്കാർക്കാണ് കൂടുതലായും ഗ്ലോക്കോമ കണ്ടുവരുന്നത്. ഇനി എന്തൊക്കെയാണ് ഗ്ലോക്കോമ വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നോക്കാം. ഫാമിലി ഹിസ്റ്ററി, അതായത് നിങ്ങളുടെ പേരൻസിനോ അതോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിനോ ഗ്ലോക്കോമ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഗ്ലോക്കോമ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്തൊക്കെയാണ് ഗ്ലോക്കോമയുടെ രോഗലക്ഷണങ്ങൾ എന്നതിനെപ്പറ്റി നമുക്കിനി പറയാം. ഗ്ലോക്കോമ 2 വിധമുണ്ട്: ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയും ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയും. ഇതിൽ കൂടുതലായി കണ്ടുവരുന്നത് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമയാണ്. ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഉള്ള രോഗികൾക്ക് പൊതുവെ രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാറില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഒരു റുട്ടീൻ ഐ സ്ക്രീനിങ്ങിലൂടെ മാത്രമായിരിക്കും ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ പലപ്പോഴും കണ്ടുപിടിക്കപ്പെടുന്നത്. അതേസമയം ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമയുള്ള ഒരു രോഗിക്ക് കണ്ണിനുള്ളിലെ മർദ്ദം വളരെ പെട്ടെന്ന് കൂടുകയും ഇതുമൂലം കണ്ണിന് വേദന, ചുവപ്പ്, കാഴ്ചക്കുറവ്, ശക്തിയായ തലവേദന ഇതൊക്കെ അനുഭവപ്പെടുന്നു. ഇനി ഗ്ലോക്കോമയുടെ ചികിത്സയെപ്പറ്റി പറയാം. നമ്മൾ സാധാരണയായിട്ട് ഷുഗറിനോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളപ്പോൾ ലൈഫ് ലോങ് മെഡിക്കേഷൻസ് എടുക്കാറുണ്ട്. ഇതുപോലെ തന്നെയാണ് ഗ്ലോക്കോമയുടെ ചികിത്സയും. അതായത് ലൈഫ് ലോങ് നമ്മൾ തുള്ളിമരുന്നുകൾ ഉപയോഗിക്കേണ്ടതായി വരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ച പരിശോധന, കാഴ്ച ഞരമ്പിലെ വ്യത്യാസങ്ങൾ അനലൈസ് ചെയ്യുക, വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ്, കണ്ണിനുള്ളിലെ മർദ്ദം, അതായത് ഇൻട്രാഓക്കുലർ പ്രഷർ, ഇതെല്ലാം നോക്കി ഗ്ലോക്കോമയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും ഡോക്ടർ എപ്പോഴും ഗ്ലോക്കോമയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ 1-2 തുള്ളിമരുന്നുകളിലൂടെ കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാനാണ് ശ്രമിക്കുന്നത്. മാക്സിമം ഡോസിലുള്ള തുള്ളിമരുന്നുകൾ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടും കണ്ണിനുള്ളിലെ മർദ്ദം കുറയുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിൽ മാത്രമാണ് ഗ്ലോക്കോമയ്ക്കുള്ള സർജറിക്ക് രോഗി വിധേയനാകേണ്ടി വരുന്നത്. അതുകൊണ്ട് 40 വയസ്സോ അതിന് മുകളിലോ ഉള്ള എല്ലാവരും ഈ ഗ്ലോക്കോമ വീക്കിൽ ഗ്ലോക്കോമ സ്ക്രീനിങ് ടെസ്റ്റിന് വിധേയരാവുകയും തങ്ങൾക്ക് ഗ്ലോക്കോമ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യണം. മേൽപ്പറഞ്ഞ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.